നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് മോഡ്യൂൾ 1. അപ്പം മോഡ്യൂൾ 1 അക്കൗണ്ടിങ് ഫോർ ഷെയർസ് ആണ്. അപ്പം ഈ മോഡ്യൂൾ 1ൻ്റെ അകത്ത് തന്നെ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ യൂണിറ്റ് ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇങ്ങനെ 4 യൂണിറ്റ്സ് ആണ് മൊത്തം ഉള്ളത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ യൂണിറ്റ് അല്ലെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ്, രണ്ടാമത്തെ റിഡംഷൻ ഓഫ് ഷെയർസ്, മൂന്നാമത്തത് ബോണസ് ഷെയർസ്, നാലാമത്തെ ബൈബാക്ക് ഓഫ് ഷെയർസ്. അതിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കമ്പനി എന്താണ്, കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കമ്പനി എന്താണെന്ന്. കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് എന്താണ്, നിങ്ങൾ നേരത്തെ ലോയ്ക്കകത്തൊക്കെ പഠിച്ചിട്ടുള്ള കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ഹാവിംഗ് സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് പെർപച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. അതായത് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും, അതുപോലെ പെർപച്വൽ സക്സഷൻ, അതായത് ഒരു കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് കാണും. എന്താണ്, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ആണ് എന്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക, കമ്പനീനെ ട്രീറ്റ് ചെയ്യുക. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു കമ്പനി എന്ന് പറയുന്നത്. പിന്നെ ഈ കമ്പനിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ്. ഒന്നാമത്തെ, കമ്പനി എന്ന് പറയുന്ന ഒരു വോളണ്ടറി അസോസിയേഷനാണ്. അത് രണ്ടോ രണ്ടിൽ കൂടുതലോ വ്യക്തികൾ അടങ്ങുന്ന ഒരു വോളണ്ടറി അസോസിയേഷനാണ് നമ്മൾ കമ്പനി എന്ന് പറയുക. അതായത് ഒരു സിംഗിൾ പേഴ്സണെ മാത്രം വെച്ച് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൈവറ്റ് കമ്പനിയൊക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാലോ, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനി. അതായത് ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് വേണം. ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ എത്ര മെമ്പേഴ്സ് വേണം, മിനിമം 7 മെമ്പേഴ്സ് എങ്കിലും വേണം. അപ്പം പ്രൈവറ്റ് കമ്പനിയിലെ മിനിമം മെമ്പേഴ്സ് 2 ആണ്, മാക്സിമം മെമ്പേഴ്സ് 50 ആണ്. പബ്ലിക് കമ്പനിയിൽ മിനിമം മെമ്പേഴ്സ് 7 ആണ്. അപ്പർ ലിമിറ്റിനെ പറ്റിയിട്ട് എന്താണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊന്നുമില്ല. അപ്പം കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വോളണ്ടറി അസോസിയേഷൻ ആണ്. അതായത് രണ്ടോ രണ്ടിൽ കൂടുതൽ വ്യക്തികളോ കൂടി ഫോം ചെയ്യുന്ന ഒരു വോളണ്ടറി അസോസിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കമ്പനി എന്ന് പറയുക. അടുത്ത, ഇൻകോർപ്പറേഷൻ. A company comes into existence the day it is incorporated or registered. In other words, company cannot come into being unless it is incorporated or registered by law. അതായത് കമ്പനി എന്ന് പറയുന്നത്, അതായത് കമ്പനി ലീഗലി ഒരു എന്താണ് സംരംഭം ലീഗലി രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്, ഒരു കമ്പനി എന്ന് നമുക്കതിനെ പിന്നെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് എന്ന് തൊട്ടാണോ അവർ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ പക്കൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് മുതലാണോ കിട്ടുന്നത്, ആ ഡേറ്റ് മുതലാണ് ആ കമ്പനി യഥാർത്ഥത്തിൽ ഒരു കമ്പനിയായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അടുത്തത്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അതായത് നിയമത്തിൻ്റെ മുമ്പിൽ പേഴ്സൺസ് എന്ന് പറയുന്നത് 2 രീതിയിൽ പറയാം. ഒന്ന് നാച്ചുറൽ പേഴ്സൺസ്, അതായത് സാധാ ഹ്യൂമൻ ബീയിങ്സ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്, അതായത് നമ്മുടെ കമ്പനീസ്, ഫേംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ പേഴ്സൺസും ഉണ്ട്. Legally, a company has got personality of its own. Like human beings, it can buy, own or sell its property. അതായത് കമ്പനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പം ഹ്യൂമൻ ബീയിങ്സിനെ പോലെ തന്നെ ഒരു കമ്പനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഷെയർസ് വാങ്ങിക്കാം, എന്താണ് വിൽക്കാം, അങ്ങനെ എല്ലാ റൈറ്റ്സും ഒരു കമ്പനിക്കുണ്ട്. അപ്പം കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അടുത്തത്, സെപ്പറേറ്റ് എൻറ്റിറ്റി. A company has got an identity of its own which is quite different from members. അതായത് കമ്പനിക്ക് കമ്പനിയുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. അതായത് മെമ്പേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി, കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി അല്ല, അതല്ലാതെ കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള തന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. കമ്പനി ഇപ്പോൾ നമ്മുടെ കമ്പനിയിലെ ഒരു മെമ്പേഴ്സിൻ്റെ ആക്ഷൻസിന് നമ്മുടെ കമ്പനി ലയബിൾ ആവേണ്ട ആവശ്യമില്ല. അപ്പം അതുപോലെ തന്നെ എന്താണ്, അതായത് കമ്പനിയിലെ ഏതെങ്കിലും ഒരു മെമ്പറുടെ പ്രവർത്തനം മൂലം കമ്പനിക്ക് അയാളുടെ ആ ഒരു പ്രവർത്തനം മൂലം അയാളെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ, കമ്പനീനെ അത് എന്ത് ചെയ്യില്ല, അഫക്റ്റ് ചെയ്യില്ല. കാരണം കമ്പനി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അടുത്ത, പെർപച്വൽ എക്സിസ്റ്റൻസ്. അത് കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലോങ് ടൈം, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു എക്സിസ്റ്റൻസ്, ഒരു നിലനിൽപ്പുണ്ട് എന്തിന്, കമ്പനി എന്ന് പറയുന്നത്. അതായത് കമ്പനിയിലെ ഒരു പാർട്ട്ണർ എന്താണ്, ഒരു മെമ്പറുടെ ഡെത്തോ അല്ലെങ്കിൽ അയാളുടെ റിട്ടയർമെൻറ്റോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ ഒരു മെമ്പറിൻ്റെ ഇൻസാനിറ്റിയോ, അതായത് ബുദ്ധിഭ്രമം, അതൊന്നും നമ്മുടെ കമ്പനീനെ എന്ത് ചെയ്യില്ല, ബാധിക്കില്ല. നമ്മുടെ കമ്പനി എന്താണ്, ലോങ് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെന്നുള്ള ഒരു അസംഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. പെർപച്വൽ എക്സിസ്റ്റൻസ് മീൻസ്, പെർപച്വൽ എക്സിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ടെന്ന്. അതായത് എന്താണോ, ഇപ്പോൾ ഒരു കമ്പനിയിലെ ഒരു മെമ്പറുടെ റിട്ടയർമെൻറ്റോ ഡെത്തോ ഇതൊന്നും നമ്മുടെ കമ്പനീനെ എന്ത് ചെയ്യുന്നില്ല, കമ്പനി അവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നില്ല, കമ്പനി
ലോങ് പീരീഡിലുള്ളതാണ്, കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു കരുതുന്നു. അടുത്ത കോമൺ സീൽ, അത് കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതുകൊണ്ട് അത് എന്താണ് തന്നെ സൈൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കമ്പനിക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സീൽ ഉണ്ടായിരിക്കും. അടുത്ത ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ്. നമുക്കറിയാം കമ്പനിയിലെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആര് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതായിരിക്കും, കമ്പനിയിലെ മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതായിരിക്കും. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഷെയർസ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് വാല്യൂ. ദ മെമ്പേഴ്സ് ഓഫ് പബ്ലിക് കമ്പനി ആർ ഫ്രീ ടു ട്രാൻസ്ഫർ ദ ഷെയർസ് ടു എനിവൺ എൽസ് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. അതായത് പബ്ലിക് കമ്പനിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ ഷെയർസ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. The private companies, however, do impose some restrictions on the transfer of shares by its members. ഇനി പ്രൈവറ്റ് കമ്പനിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്താണ് കുറച്ച് റെസ്ട്രിക്ഷൻസ്, കുറച്ച് പരിധികൾ ഉണ്ടെന്ന്, നിബന്ധനകളുണ്ട്. അപ്പം ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക് കമ്പനിക്ക് അവരുടെ പബ്ലിക് കമ്പനിയിലെ മെമ്പേഴ്സിന് അവരുടെ ഷെയർസ് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവർക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ കുറച്ച് എന്താണ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അടുത്ത ലിമിറ്റഡ് ലയബിലിറ്റി. The liability of the members of the company is invariably limited to the extent of the face value of shares held by them. This means that if the assets of the company fall short in its liabilities, the members cannot ask to contribute anything more than the unpaid amount of shares held by them. അതായത് നമ്മുടെ കമ്പനിയിലെ മെമ്പേഴ്സിന്റെ ബാധ്യത എന്ന് പറയുന്നത്, അതായത് ലയബിലിറ്റി എന്ന് പറയുന്ന അവരുടെ അൺകോൾഡ് എമൗണ്ട് ഓഫ് ഷെയർസ്, അത് എത്ര ആണോ അത്രം വരെ അവർക്ക് ബാധ്യതയുള്ളതെന്ന്. അതായത് ഇനി കോൾ എത്ര വിളിക്കാനുണ്ടോ, അതായത് കോള് ഇനി എത്ര വിളിക്കാനുണ്ടോ ആ കോൾ വിളിക്കാനുള്ള ആ ഒരു കോൾ വിളിക്കുമ്പോൾ എത്ര രൂപ ഇനി ആ ഒരു മെമ്പർ അടയ്ക്കണോ ആ ഒരു എമൗണ്ടിന് മാത്രമേ ആ മെമ്പർക്ക് എന്തുള്ളൂ, ബാധ്യതയുള്ളൂ. അതല്ലാതെ കമ്പനി ഇപ്പം എത്ര കടത്തിലാണെങ്കിൽ പോലും അതിന് വേണ്ട എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. അപ്പം കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും, ഓണേഴ്സ് ആയിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ കമ്പനി ആർ ഇറ്റ്സ് ഓണേഴ്സ്. കമ്പനിയിലെ ഓണേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. Every shareholder, like a partner, does not have the right to take an active part in the day-to-day management of the company. A company is managed by the elected representatives of its members. The elected representatives are individually known as directors and collectively as board of directors. അതായത് ഓണർഷിപ്പും മാനേജ്മെന്റും രണ്ടാണ്. അതായത് ഒരു കമ്പനീനെ സംബന്ധിച്ച് കമ്പനിയുടെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നത് എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. അതായത് മെമ്പേഴ്സ് എലക്ട് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ആ എലക്ട് ചെയ്തിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മൾ പറയുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരായിരിക്കും നമ്മുടെ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും എന്താണ് ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്, അല്ലാതെ ഓണേഴ്സ് അല്ല. അപ്പം കമ്പനി എന്താണെന്നും പറഞ്ഞു, കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സും കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്സ് ഓഫ് കമ്പനീസ്. അതായത് കമ്പനീസിനെ പലതായിട്ട് പല ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ ബേസിൽ കമ്പനീനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ചാർട്ടേഡ് കമ്പനി, ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, ഒന്ന് രജിസ്റ്റേർഡ് കമ്പനി. അപ്പോൾ അതിനകത്ത് എന്താണ് ചാർട്ടേഡ് കമ്പനി? ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലണ്ടിലുള്ള കിങ് അല്ലെങ്കിൽ ക്യൂൻ അവരുടെ ഒരു സ്പെഷ്യൽ ചാർട്ടർ അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ചാർട്ടേഡ് കമ്പനി എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1600 ഫോം ചെയ്തിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ അതിന് എക്സാമ്പിളാണ്. അതായത് കിങ് അല്ലെങ്കിൽ ക്യൂണിൻ്റെ സ്പെഷ്യൽ ഒരു അധികാരം വെച്ച് സ്പെഷ്യൽ ചാർട്ടർ വെച്ച് ഫോം ചെയ്തേക്കുന്ന കമ്പനിക്കാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയാം. അടുത്ത സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കമ്പനി മേ ബി ഇൻകോർപ്പറേറ്റഡ് ബൈ മീൻസ് ഓഫ് സ്പെഷ്യൽ ആക്ട് ഓഫ് ദ പാർലമെന്റ് ഓർ എനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് പാർലമെന്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആക്ട് വെച്ച് ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുക. അപ്പം അതിന് എക്സാമ്പിളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, എക്സെട്ര. അടുത്തത് രജിസ്റ്റേർഡ് കമ്പനി. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീസ് ആക്ട് 1956 കീഴോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും പ്രീവിയസ് കമ്പനീസ് ആക്ട് പ്രകാരമോ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനാണ് നമ്മൾ രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയാം. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ അകത്ത് മൂന്നായിട്ടായിരുന്നു പറഞ്ഞത്, ചാർട്ടേർഡ് കമ്പനി, പിന്നെ എന്താണ്
സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ആൻഡ് ലാസ്റ്റ് വൺ രജിസ്റ്റേർഡ് കമ്പനി. അപ്പോൾ ചാർട്ടേഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഒരു സ്പെഷ്യൽ ചാർട്ടർ വെച്ച് ഫോം ചെയ്ത് കിങ് അല്ലെങ്കിൽ ക്വീൻ്റെ സ്പെഷ്യൽ ചാർട്ടർ വെച്ച് ഫോം ചെയ്തേക്കുന്ന കമ്പനിയാണ് ചാർട്ടേഡ് കമ്പനി. സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ ഏതെങ്കിലും സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്ത്. രജിസ്റ്റേർഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് കമ്പനീസ് ആക്ടിന് കീഴിൽ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് ഏതെന്ന് പറയാ, രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയാം. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സ്, നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ബേസിൽ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ ബേസിൽ കമ്പനീസിനെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് വൺ മാൻ കമ്പനി. ഞാൻ അതിൻ്റെ ആദ്യത്തെ പ്രൈവറ്റ് കമ്പനി എന്താണ്, അതായത് ഇപ്പോൾ ഒരു കമ്പനീനെ നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അവർ ഫോളോ ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് റെസ്ട്രിക്ട്സ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ് ഷെയർസ്. അതായത് നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് കമ്പനിക്ക് അവരുടെ ഷെയർസ് ഫ്രീ ആയിട്ട് അതായത് ഒരു വ്യക്തിയിൽ നിന്ന്, അതായത് അവിടുത്തെ മെമ്പേഴ്സിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ചില നിബന്ധനകളുണ്ടായിരിക്കും. രണ്ടെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ മിനിമം 2 മെമ്പേഴ്സ് വേണം, മാക്സിമം 50 മെമ്പേഴ്സ് ആയിരിക്കും, 50ൽ കൂടാനായിട്ട് പാടില്ല. പിന്നെ പബ്ലിക്കിന്, അതായത് പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഹിബിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രൈവറ്റ് കമ്പനീനെ പറ്റിയിട്ട് പറയുന്നത്. അതായത് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത് മിനിമം 2 മെമ്പേഴ്സ് വേണം, മാക്സിമം 50 മെമ്പേഴ്സ് വേണം. പിന്നെ അവർക്ക് അവരുടെ ഷെയർസ് ഫ്രീലി ഈസിലി എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തത് പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ബാക്കി എല്ലാ കമ്പനീസിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, പബ്ലിക് കമ്പനി എന്നാണ് പറയുന്നത്. ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് 7 മെമ്പേഴ്സ് വേണം. പിന്നെ അതിന്റെ മാക്സിമം ലിമിറ്റിനെ പറ്റിയിട്ട് ഒരിടത്തും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അടുത്ത വൺ മാൻ കമ്പനി. വൺ മാൻ കമ്പനി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് ആകെ ഒരു മെമ്പർ മാത്രമേ ആ കമ്പനിയുടെ ആരായിട്ടുണ്ടായിരിക്കുള്ളൂ, ആ ഒരു കമ്പനിയുടെ മെമ്പറായിട്ട് ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതിനാണ് വൺ മാൻ അല്ലെങ്കിൽ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുക. അപ്പോൾ അടുത്തത് ഇനി ലയബിലിറ്റിയുടെ ബേസിൽ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ലയബിലിറ്റിയുടെ ബേസിൽ കമ്പനീസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആൻഡ് അൺലിമിറ്റഡ് കമ്പനീസ്. അതിനകത്ത് ഒന്നാമത്തെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. When the liability of members of a company is limited to the amount of any unpaid amount of shares, such a company is known as companies limited by shares. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതോ, അതായത് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള കേസാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് എന്തുമാത്രം ബാധ്യത ഉണ്ടെങ്കിൽ പോലും ആ കമ്പനിയിലെ മെമ്പേഴ്സിന് അവരുടെ അൺപെയ്ഡ് എമൗണ്ട് ഓഫ് ഷെയർസ്, അവരിനി എത്ര രൂപ കമ്പനിക്ക് കോളായിട്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് കോളായിട്ടോ സെക്കൻഡ് കോളായിട്ടോ ഇനി ആ ഒരു മെമ്പർ എത്ര രൂപ കമ്പനിയിലോട്ട് അടയ്ക്കാനുണ്ടോ ആ എമൗണ്ടിന് മാത്രമേ അയാൾ എന്തായിരിക്കുള്ളൂ, ലയബിൾ ആയിട്ട് ഉള്ളൂ. അടുത്ത കമ്പനീസ് ലിമിറ്റഡ് ബൈ guarantee. It is a registered company in which the liability of the members is limited to such amount as that may be respectively undertaken by the memorandum to contribute the assets of the company in the event of being it wound up. അത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്, അതായത് കമ്പനിയുടെ മെമ്മോറാണ്ടത്തിൽ, അതായത് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്താണ് കറക്റ്റായിട്ട് പറയും. അതായത് എത്ര രൂപ ഒരു മെമ്പർ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് പറയും. അതായത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്, അതായത് കമ്പനി ലിക്വിഡേറ്റ്, അതായത് അടച്ചു പൂട്ടുന്ന സമയത്ത് ആ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന തുക എന്ത് ചെയ്യണം, മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അടുത്ത അൺലിമിറ്റഡ് കമ്പനീസ്. അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് കമ്പനിയിലെ ആ മെമ്പേഴ്സ് ഇപ്പം കമ്പനിക്ക് എന്തുമാത്രം ബാധ്യതയുണ്ടോ അത് മൊത്തം എന്താണ് കൊടുത്തു തീർക്കാനായിട്ടുള്ള ഫുൾ ലയബിലിറ്റി ആർക്കുണ്ടായിരിക്കും, ആ കമ്പനിയിലെ മെമ്പേഴ്സിനുണ്ടായിരിക്കും. അതാണ് അൺലിമിറ്റഡ് കമ്പനി. അടുത്തത് ലിസ്റ്റിങ്ങിന്റെ ബേസിൽ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ലിസ്റ്റിങ്ങിന്റെ ബേസിൽ കമ്പനീനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ലിസ്റ്റഡ് കമ്പനി എന്നും അൺലിസ്റ്റഡ് കമ്പനി എന്നും. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ്, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുക. അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനീസിനെ പറയുന്നതാണ് അൺലിസ്റ്റഡ് കമ്പനീസ്.
ഷെയർ ക്യാപിറ്റൽ മീൻസ് ക്യാപിറ്റൽ റേസ്ഡ് ബൈ എ കമ്പനി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വഴി ഒരു കമ്പനിക്ക് റേസ് ചെയ്യാവുന്ന ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, റേസ് ചെയ്ത് കിട്ടുന്ന ക്യാപിറ്റലിനെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. കമ്പനിക്ക് രണ്ട് രീതിയിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഒന്ന് ഇക്വിറ്റി ഷെയർസ്, രണ്ട് പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് അവരായിരിക്കും കമ്പനിയുടെ, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും കമ്പനിയുടെ ആരെന്ന് പറയുന്നത്, ഓണേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ആർക്ക് ഡിവിഡൻഡ് ഒക്കെ കിട്ടുക, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. പിന്നെ പ്രിഫറൻസ് ഷെയർസ്, അതായത് പ്രിഫറൻസ് ഷെയർസിന് ഇവർക്ക് എന്താണ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ചില കാര്യങ്ങൾ കുറച്ച് പ്രിഫറൻസ് റൈറ്റ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്, മുൻഗണനയുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കമ്പനി ലിക്വിഡേറ്റ് ആവുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ളവരുടെ കാര്യം എന്ത് ചെയ്യുക, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ കാര്യം പരിഗണിക്കുക. അപ്പൊ രണ്ട് കാര്യങ്ങളിലാണ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഉള്ളത്. ഒന്ന് ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിൽ ഇവർക്ക് പ്രിഫറൻസ് ഉണ്ട്, ഇവർക്ക് കൊടുത്തതിന് ശേഷമായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനൊക്കെ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, കമ്പനി വൈൻഡ് അപ്പ് ആകുന്ന സമയത്ത്, അതായത് കമ്പനി എന്താണ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ക്യാപിറ്റൽ തിരിച്ച് റീപേ ചെയ്തതിന് ശേഷം, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റൽ തിരിച്ച് റീപേ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ തിരിച്ചു കൊടുക്കുകയുള്ളൂ. അടുത്ത കൈൻഡ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ അത് 5 പറയുന്നു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒന്നാമത്തെ എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ? ഒന്നെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ, ഇതെല്ലാം സെയിം തന്നെയാണ്. The memorandum of association of every company has to specify the amount of capital with which it wants to be registered. അതായത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറയുന്ന ക്യാപിറ്റലിനാണ് നമ്മൾ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുക. രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുമെങ്കിൽ അത് നമ്മുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലെങ്കിൽ നോമിനൽ ഏതാണെങ്കിലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാവുന്ന ക്യാപിറ്റലിനെയാണ് എന്തെന്ന് പറയുക, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അടുത്ത ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് ഓതറൈസ്ഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം റേസ് ചെയ്യാവുന്ന ക്യാപിറ്റൽ. ആ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ട് അവർ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ട് കാണും, പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ട് കാണും, പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ട് കാണും, ഇൻ ദ ഫോംസ് ഓഫ് ഷെയർസ്. ആ പാർട്ടിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അടുത്ത അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ ബാലൻസ് ഓഫ് നോമിനൽ ക്യാപിറ്റൽ റിമൈനിങ് ടു ബി ഇഷ്യൂഡ് ഈസ് കോൾഡ് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞു, അതായത് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത് കാണുമെന്ന് പറഞ്ഞു. ആ പോർഷനാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇനി ആ ഓതറൈസ്ഡ് ക്യാപിറ്റലിന് തന്നെ ഒരു പോർഷൻ അവർ ഇഷ്യൂ ചെയ്തിട്ട് കാണില്ല, ആ പോർഷനാണ് നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അടുത്തത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. ഫോർ വിച്ച് ദ ആപ്ലിക്കേഷൻസ് ആർ റിസീവ്ഡ് ഫ്രോം ദ പബ്ലിക്. അപ്പം എന്താണ്, ആപ്ലിക്കേഷൻസ് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് എന്തുമാത്രം റിസീവ് ചെയ്തു, അതായത് ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷൻ എന്തുമാത്രം ആക്ച്വലി പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തോ അതിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അതായത് ഇപ്പം മൊത്തം 1 lakh ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 1 lakh ഷെയർസും പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ 1 lakh സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ചിലപ്പം 80,000 ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്, ചിലപ്പോൾ 90,000 ആയിരിക്കും. അപ്പം പബ്ലിക്കിന് നമ്മൾ ഇഷ്യൂ ചെയ്തതിൻ്റെ എന്തുമാത്രം പോർഷൻ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അടുത്ത കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ്. അതിൽ നമ്മൾ എന്തുമാത്രം കോൾസ് വിളിച്ചിട്ടുണ്ടോ, അതായത് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അങ്ങനെ നമ്മൾ എന്തുമാത്രം കോൾസ് വിളിച്ചിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. അടുത്ത അൺകോൾഡ് ക്യാപിറ്റൽ. ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഇപ്പം ഫസ്റ്റ് കോൾ ഉണ്ട്, സെക്കൻഡ് കോൾ ഉണ്ട്, തേർഡ് കോൾ ഉണ്ടെന്ന് കരുതുക. ചിലപ്പോൾ ഫസ്റ്റ് കോൾ മാത്രമേ വിളിച്ചിട്ട് കാണുള്ളൂ, സെക്കൻഡ് കോളും തേർഡ് കോളും വിളിച്ചിട്ട് കാണില്ല. ആ വിളിക്കാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം.
അടുത്തത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഈ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, വിച്ച് ഇസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ. അതായത് ആ കോള് വിളിച്ചേക്കുന്നതിന്റെ പൈസ അവർ എന്ത് ചെയ്തിട്ട് കാണും, അടച്ചിട്ട് കാണും കമ്പനിയിലോട്ട്. ഇപ്പം ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ. അപ്പൊ ഫസ്റ്റ് കോള് കമ്പനി വിളിച്ചപ്പം ആ വിളിച്ച പൈസ, കോൾ എത്രയാണോ കമ്പനി വിളിച്ചത് ആ കോളിന്റെ എമൗണ്ട് ഈ പബ്ലിക്, അതായത് ഇവര് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കമ്പനിയിലോട്ട് അടച്ചിട്ട് കാണും. അതാണ് പെയ്ഡ് അപ്പ്. അടുത്ത സെറ്റ് ഇക്വിറ്റി ഷെയർസ്. സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് കമ്പനിയിലെ എംപ്ലോയീസിന് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷെ പബ്ലിക്കിനല്ല ഇഷ്യൂ ചെയ്യുന്നത്, കമ്പനിയിലെ എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്. അതായത് കമ്പനിയുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ സെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുക. അടുത്ത ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ബോണസ് ഷെയർസ്. അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അതായത് അവരുടെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ടല്ല ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അതായത് കമ്പനിക്ക് സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് ഒക്കെ ഉള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ബോണസ് ഷെയർസ് ഈ പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ റിട്ടേൺ ഏർണിങ്സിൽ നിന്ന് എടുത്ത് ബോണസ് ഷെയർസ് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം കമ്പനിയുടെ പ്രോഫിറ്റ് എന്തായിട്ട് മാറി, കൺവേർട്ട് ചെയ്തു, ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തു. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കേട്ടോ. അടുത്ത റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നതും ഏകദേശം സെയിം തന്നെയാണ്. അതായത് കമ്പനിയിലെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനാണ് റൈറ്റ് ഷെയർസ് എന്നും പറയുന്നത്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ബോണസ് ഷെയർസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, പക്ഷേ റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ഒരു കൺസെഷണൽ റേറ്റ് ആയിരിക്കും, ഒരു ഡിസ്കൗണ്ടഡ് റേറ്റിലായിരിക്കും കൊടുക്കുക. പക്ഷെ ബോണസ് ഷെയർസ് ഫ്രീ ആണ്, ഇത് ഫ്രീ അല്ല, ഇതൊരു കൺസെഷണൽ റേറ്റിലായിരിക്കും കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡറിന് എന്തുമാത്രം എക്സിസ്റ്റിംഗ് ഷെയർസ് നമ്മുടെ അവിടെ ഉണ്ടെന്ന് നോക്കും. അതായത് എക്സിസ്റ്റിംഗ് ഹോൾഡിങ്സ് എന്തുമാത്രം ആ കമ്പനിയിൽ ഉണ്ടെന്ന് നോക്കും. അതിന് ആനുപാതികമായിട്ടുള്ള ഒരു പുതിയ ഷെയർസ് ഇവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇതാണ് റൈറ്റ് ഇഷ്യൂ. അപ്പോൾ ബോണസ് ഇഷ്യൂയും റൈറ്റ് ഇഷ്യൂ ഒന്നുകൂടെ പറയാം. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാലും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ബോണസ് ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റ്, അതായത് ഫ്രീ ആയിട്ടായിരിക്കും അവർക്ക് കൊടുക്കുക. അതായത് കമ്പനിക്ക് നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ഒക്കെ ഉള്ള സമയത്ത് അവരിങ്ങനെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കുന്നതാണ്, പക്ഷേ ഒരു കൺസെഷണൽ റേറ്റിലാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? ബോണസ് ഷെയർസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ഇതൊരു കൺസെഷണൽ റേറ്റിൽ കൊടുക്കുന്നു. അടുത്ത ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും എന്താണെന്നുള്ളത്. ആദ്യം റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ്. അത് കമ്പനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ കോള് കമ്പനി ഒരിക്കലും വിളിക്കുന്നില്ല. കമ്പനി ഏതെങ്കിലും സമയത്ത് വൈൻഡപ്പ് ലിക്വിഡേറ്റ് ആകാൻ പോവുകയാണെങ്കിൽ ആ സമയത്ത് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ഈ കോൾ അവർ വിളിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ്. അതായത് ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ആ സമയത്തേക്ക് വേണ്ടി കമ്പനി നീക്കി വെച്ചിട്ടുള്ള ഒരു റിസർവാണ് ഈ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഒരിടത്തും ഡിസ്ക്ലോസ് ചെയ്ത് വെളിപ്പെടുത്തി കാണിക്കുന്നില്ല. ബാലൻസ് ഷീറ്റിൽ എവിടെയെങ്കിലും നമ്മൾ ഇന്ന് വരെ റിസർവ് ക്യാപിറ്റൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതെന്ന് പറയുന്നത് കമ്പനി എന്തെങ്കിലും അടിയന്തര സാഹചര്യം വന്നെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു തുകയാണ്. പക്ഷെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ അതായത് ക്യാപിറ്റൽ റിസർവ് മീൻസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് വിച്ച് ഈസ് റിസർവ്ഡ് ബൈ കമ്പനി ഫോർ ദ ഫ്യൂച്ചർ നീഡ്സ് ഓർ ലോങ് ടേം പ്രൊജക്ട്സ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻസസ്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് കമ്പനിയുടെ ഫ്യൂച്ചർ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. അതുപോലെ എന്തെങ്കിലും ഇപ്പം എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ടും ഒക്കെ എന്ത് യൂസ് ചെയ്യുന്നു, ഈ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യുന്നു. ക്യാപിറ്റൽ റിസർവ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ നമ്മൾ വ്യക്തമായിട്ട് ക്യാപിറ്റൽ റിസർവ് എന്നൊരു ഐറ്റം കാണിക്കും. അതായത് ക്യാപിറ്റൽ റിസർവ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും, അതായത് വെളിപ്പെടുത്തും. പക്ഷേ റിസർവ് ക്യാപിറ്റൽ നമ്മൾ എവിടെയും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, വെളിപ്പെടുത്തുന്നില്ല, എങ്ങും കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ ക്യാപിറ്റൽ റിസർവ് നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ നമ്മളത് കാണിക്കുകയും ചെയ്യും. താങ്ക് യു. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്.
തിയറി ആണ്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് കുറച്ച് ജേർണൽ എൻട്രീസ് ആണ്. ഇഷ്യൂ ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജേർണൽ എൻട്രീസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.